ബ്രഹ്മചര്യം. നമ്മുടെ ഇന്ത്യ രാജ്യത്ത് നമ്മുടെ ധർമ്മസംസ്കാരമുണ്ടല്ലോ, അതിൽ ഏറ്റവും മുഴച്ചു നിൽക്കുന്ന ഒരു കാര്യമാണ് ബ്രഹ്മചര്യം എന്ന്. എനിക്ക് തോന്നുന്നില്ല വേറെ ഏതെങ്കിലും ലോകരാജ്യങ്ങളിൽ ഈ ബ്രഹ്മചര്യത്തിനും സന്യാസത്തിനും ഇത്ര അധികം മുൻതൂക്കവും ആരാധ്യതയും ഉണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ലോകത്തിലുള്ളവരെല്ലാവരും ജനിച്ചു വളർന്നാൽ പിന്നെ ആവശ്യപ്പെടുന്നത് സ്വയം അച്ഛനമ്മമാരിഷ്ടപ്പെടുന്നതും അവരെ കല്യാണം കഴിച്ച് കൊടുക്കണം, അല്ലെങ്കിൽ അവർക്ക് കല്യാണം കഴിച്ച് കൊണ്ടുവരണം എന്നാണ്. അപ്പോൾ എല്ലാവരും ജനിക്കണത് എന്തിനാ? മനുഷ്യൻ കല്യാണത്തിന്. ഇതാണ് എല്ലാവരുടെയും അഭിപ്രായം. എന്നാൽ നമ്മുടെ സംസ്കാരം ഉയർത്തിപ്പിടിക്കുന്നതോ ബ്രഹ്മചര്യത്തെയാണ്, സന്യാസത്തെയാണ്. ഒരു നിലയ്ക്ക് ഇതൊരു വൈരുദ്ധ്യമല്ലേ? അല്ല, ഇത് വലിയ ഒരു സാമഞ്ജസ്യമാണ്. നമ്മളൊക്കെ ജനിച്ച് വിവാഹം കഴിച്ച് മക്കളും കുട്ടികളും ഉണ്ടായി മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ആവുന്നുണ്ട് എന്നുണ്ടെങ്കിലും നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം ബ്രഹ്മചര്യവും സന്യാസവുമാണ്. അതാണല്ലോ 4 ആശ്രമങ്ങൾ: ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം. ഇവിടെ ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പലരും ചിന്തിക്കാറില്ല. കല്യാണം കഴിക്കുന്നത് വരെ എല്ലാവരും ബ്രഹ്മചാരികളാണ്. നല്ലോണം വയസ്സായി യുവത്വം നഷ്ടപ്പെട്ടാലോ അപ്പോഴും എല്ലാവരും ബ്രഹ്മചാരികളാണ്. അപ്പോൾ അവർക്ക് ബ്രഹ്മചര്യം ഒരു ആവശ്യം, ഒരു പരിശീലനം എന്താ? കല്യാണം കഴിച്ചില്ലെങ്കിൽ ഒക്കെ ബ്രഹ്മചാരികൾ തന്നെയാണ് വാസ്തവത്തിൽ. അത് വിട്ടെന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു തെറ്റും ഒരു പഴുവുമാണല്ലോ. കല്യാണം കഴിക്കുന്നത് വരെ അവിവാഹിതൻ, വിവാഹം കഴിക്കാത്ത ഒരു ആളോട് കൂടി നമുക്ക് ലൈംഗിക ബന്ധം പാടില്ലേനും. അപ്പോൾ കല്യാണം കഴിക്കാത്തവരൊക്കെ സ്വാഭാവികമായും ബ്രഹ്മചാരികളാണ്. അപ്പോൾ ഈ ബ്രഹ്മചര്യം എന്ന് പറയുന്നത് ഒരു വ്യവസ്ഥയോ ഒരു മൂല്യമോ ആയി ഇവിടെ ഉൾപ്പെടുത്തുന്നത് എന്താ? വിവാഹിതർക്കുള്ളതാണത്. അപ്പോൾ വിവാഹം കഴിച്ചവരെല്ലാം നോക്കൂ, മൃഗങ്ങളെയൊക്കെ നോക്കൂ. മൃഗങ്ങൾക്ക് സീസണലായിട്ടേ അവർക്ക് ഈ ലൈംഗിക വ്യവഹാരങ്ങളുള്ളൂ. ഞാനിവിടെ ആനന്ദാശ്രമത്തിൽ ചെന്നു. കുറേ കൊല്ലങ്ങൾ മുൻപാണ് ആദ്യമായിട്ട് സന്ദർശിച്ചത്. ആനന്ദാശ്രമമായിരുന്നു സന്യസിച്ച കാഞ്ഞങ്ങാടിൽ. അവിടെ പശുക്കളും ഉണ്ട്, അവിടെ ഒരു ഒടക്കാളയുണ്ട്, ഒരു കൂറ്റനും ഉണ്ട്. അപ്പോൾ പശുക്കളും ഉണ്ടാവും, കൂറ്റനും ഉണ്ടാവും. അവർ 2 പേരും ഒരേ സമയത്ത് അവിടെ നിൽക്കും, ഭക്ഷണം കഴിച്ചുകൊണ്ട് കൂടും. കൂറ്റനെ കൊണ്ട് പശുക്കൾക്ക് ശല്യമില്ല, പശുക്കളെ കൊണ്ട് കാളയ്ക്കും ശല്യമില്ല. അപ്പോൾ ഞാനിങ്ങനെ ചോദിക്കുകയായിരുന്നു, സാധാരണ ദിവസങ്ങളിൽ ആ പശുവിന് പുള വന്നാൽ മാത്രമേ ഈ കൂറ്റൻ അങ്ങോട്ട് ചെല്ലുള്ളൂ, സ്പർശിക്കുള്ളൂ. അതല്ലെങ്കിൽ അവർ 2 പേരും ഫ്രണ്ട്സാണ്, ഒരു കുഴപ്പമില്ല അവർക്ക്. നമ്മുടെ മനുഷ്യർക്ക് മാത്രമേ ഈ ബുദ്ധിയും വിവേകവും കൂടുതൽ സ്വാതന്ത്ര്യവും അവസരവും തന്നിട്ട് ഒരു പരീക്ഷണം എന്നതുപോലെ ദാ നോക്കിക്കൊള്ളുക, മുക്കുന്ന ജലമാണിത്, ഇതിൽ നീന്താൻ പഠിച്ച് പൊന്തി കിടന്നോളൂ, അല്ലെങ്കിൽ മുങ്ങിച്ചത്തോളൂ എന്നാണ്. അതുപോലെ ആണ് ഈ ബ്രഹ്മചര്യവും. അപ്പോൾ വിവാഹം കഴിച്ചവർ ഇടവിട്ട് ബ്രഹ്മചര്യം പരിശീലിക്കണം എന്നാണ് നമ്മുടെ ശാസ്ത്രത്തിൻ്റെ ഉദ്ദേശം. കല്യാണം കഴിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ എന്നും ഈ അബ്രഹ്മചര്യം കൊണ്ടു നടക്കണം എന്ന് ഉദ്ദേശിക്കുന്നില്ല. കല്യാണം കഴിച്ചു, ആ പുതുമൂടിയിലൊക്കെ കുറച്ചൊക്കെ ഉണ്ടാവാം. അത് കഴിഞ്ഞ് ഓരോ കൊല്ലവും നീങ്ങും തോറും ദമ്പതികൾക്ക് കൂടുതൽ ഒരു ഉപശമനവും ഒരു ഒതുക്കവും ഉണ്ടാവണം. ഒരു പരിശീലനം എന്നുള്ള നിലയ്ക്ക് തന്നെ ബ്രഹ്മചര്യം കൊണ്ടു നടക്കണം. അതാരാണ്? വിവാഹിതർക്കുള്ളതാ, അവിവാഹിതർക്കുള്ളതല്ല, വയസ്സായവർക്കുള്ളതല്ല, അതിന് മുമ്പുള്ളവരാണ്. വിവാഹം കഴിഞ്ഞു, ഒരു ഹണിമൂൺ, പുതുമോടി എന്നൊക്കെ പറയണത് ഉണ്ടായിക്കോട്ടെ. അത് കഴിഞ്ഞാൽ ഓരോ കൊല്ലം ചെല്ലുന്തോറും 2 കൊല്ലം 3 കൊല്ലം ആകുമ്പോഴേക്കും ഒരു കുട്ടിയായി. അപ്പോൾ ദമ്പതികൾ എന്നുള്ള നില പോയി അവർ അച്ഛനമ്മമാരാവും. അങ്ങനെ ആവുന്നതോടുകൂടി ഇതിൽ ഒരു ഒതുക്കം, ഒരു ഉപശമനം, ഒരു പിൻവാങ്ങൽ അത്യാവശ്യമാണ്. ഇത് വളരെ പ്രധാനമായിട്ടുള്ള ഒരു തത്വവീക്ഷണമാണ്. ഒരു നിലയ്ക്ക് അപഗ്രഥനമാണ്, ഒരു നിലയ്ക്ക് വീക്ഷണവുമാണിത്. എന്ത്? ബ്രഹ്മചര്യം എന്ന് പറയുന്നത് വിവാഹിതരുടെ ജീവിതത്തിന് മാത്രമാണ് അതിന് പ്രസക്തി. അവിവാഹിതർ ബ്രഹ്മചാരികളാണ്. വയസ്സായി കഴിഞ്ഞാൽ, യുവത്വം പോയി എന്നുണ്ടെങ്കിൽ അപ്പോഴും ബ്രഹ്മചാരികളാണ് എല്ലാവരും. അപ്പോൾ അവരെ പറ്റി പറയേണ്ട ആവശ്യമില്ല. ബ്രഹ്മചര്യം ഒരു പരിശീലനം, ഒരു അഭ്യാസം എന്നുള്ള നിലയ്ക്ക് വിവാഹിതർക്ക് വേണ്ടിയുള്ളതാണ് എന്ന് നല്ലപോലെ മനസ്സിലാക്കണം.